8000 വാച്ച് അവർ ആണ്. ഇനി തൊട്ട് തുടക്കക്കാർക്കൊന്നും യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നിർത്തിപ്പോയിക്കോ, ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പേടിയല്ല വേണ്ടത്. നമ്മള് കുറച്ചും കൂടെ കാര്യപ്രാപ്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ബുദ്ധിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 8000 അല്ല, ഇനി തൊട്ട് അവർ 8 ലക്ഷം വാച്ച് അവർ വെച്ച് കഴിഞ്ഞാലും നമ്മൾ മനുഷ്യന്മാരെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതും. അപ്പൊ നമ്മള് മനുഷ്യന്മാർക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 8000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട. ആദ്യം നമ്മൾ വേണ്ടത് ഏതൊരു വിഷയം വന്നാലും നമ്മൾ പേടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, കാര്യഗൗരവത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ഏലാവേണ്ടത്. അല്ലാതെ നമ്മൾ ഒരുപാട് പേടിച്ചു കഴിഞ്ഞാല് പേടിച്ചോടാൻ ഈ ഭൂമിയുടെ വലിപ്പം പോരാതെ വരും. ഭൂമിയും കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകേണ്ടി വരും. അപ്പൊ അത് അപകടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് വരാം. 8000 വാച്ച് അവർ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന്. ഫെബ്രുവരി 1 അതുപോലെ 2027 തൊട്ട് ഈ ഒരു സംഭവം പ്രാബല്യത്തിൽ വരുന്നതുമാണ്. ഈ ഒരു സംഭവം ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ആർക്കാണ് ബുദ്ധിമുട്ട്? യൂട്യൂബില് വളരെ മോശമായ രീതിയിൽ, അതായത് മോശം എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ, അതായത് ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങും, തോന്നിയ പോലെ അവർക്ക് തോന്നുന്ന സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആക്ടിവിറ്റി കുറവ്, ബെസ്റ്റ് നല്ലൊരു തംബ്നെയിൽ ഇല്ല, അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ എന്തെങ്കിലും ടൈറ്റിൽ വാരി വലിച്ചിടുക, പിന്നെ തോന്നുന്ന സമയത്ത് വീഡിയോസ് ഇടുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ? അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ പേടിച്ചേ പറ്റൂ. അല്ലാതെ നോർമലായ രീതിയിൽ എനിക്കൊരു ചാനൽ ഉണ്ടെന്നും ഈ ചാനലിലൂടെ എനിക്ക് പ്രശസ്തി നേടണമെന്നും ഞാൻ ഇതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുമെന്നും 4 ആൾക്കാരുടെ മുന്നിൽ ഈ ചാനൽ നല്ല രീതിക്ക് പോകണമെന്നും യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വിജയിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ഇതാ ഇവിടെ ഉറപ്പുള്ള ആൾക്കാരുടെ ചാനലിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 8000 വാച്ച് അവറൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റും. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതുവരെ ചെയ്തത് പോട്ടെ, നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നല്ല അടിപൊളിയായിരിക്കണം. അതായത് ജനങ്ങള് കാണുമ്പോൾ നിങ്ങളുടെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്യാൻ പാകത്തിനുള്ള നല്ല രീതിക്ക് തംബ്നെയിൽ ആയിരിക്കണം. ക്ലിക്ക് ചെയ്യാൻ പാകത്തിന് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. തംബ്നെയിൽ ഏതെങ്കിലും ആ വീഡിയോസിൽ കിടക്കുന്ന കാര്യം ഏതെങ്കിലും ആയിരിക്കരുത്, തംബ്നെയിലിൽ കൊടുത്ത കാര്യം തന്നെ ആയിരിക്കണം വീഡിയോസിലും. അതുപോലെ തന്നെ വീഡിയോസിന്റെ ക്വാളിറ്റിയിലും നല്ലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തംബ്നെയിലും വീഡിയോയും ഒരു ബന്ധവും ഇല്ലാതെ ആയിരിക്കരുത്. വീഡിയോ നമ്മൾ എന്താണോ തംബ്നെയിൽ കൊടുക്കുന്നത് അത് വീഡിയോസിലും വേണം. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നല്ല രീതിക്ക് ടൈറ്റിൽ കൊടുക്കുക. ചില ആൾക്കാർക്കൊന്നും ഇപ്പൊ ടൈറ്റിൽ എന്താണെന്ന് തന്നെ അറിയില്ല, വാരി വലിച്ച് എന്തൊക്കെയോ ഒരു ടൈറ്റിൽ കൊടുക്കും. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ 8000 വാച്ച് അവർ എന്ന് പറയുന്ന സംഭവം നേടാൻ പറ്റും. വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയാം, പേടിക്കേണ്ട ഒരാവശ്യമേ ഇല്ല. നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോ ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ആയിരിക്കും. അത് നിങ്ങൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ വീഡിയോസും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. കാരണം തുടക്കത്തിൽ നമുക്ക് നല്ല ഹാർഡ് വർക്ക് വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം നല്ല രീതിക്കുള്ള തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. തംബ്നെയിൽ മസ്റ്റ് ആണ്. കാരണം തംബ്നെയിൽ നിങ്ങൾ നല്ല രീതിക്കുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പരിപാടി നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഒരു നല്ല ആപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തംബ്നെയിലിന്റെ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് വീഡിയോന്റെ ക്വാളിറ്റിയിലും നിങ്ങളുടെ സംസാര രീതിയിലും പിന്നെ ക്യാമറക്ക് നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ട് ക്യാമറ ഇവിടെ ആയിരിക്കും പക്ഷെ ഇങ്ങനെ നോക്കിയാണ് സംസാരിക്കുക. അപ്പൊ അതിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഐ കോണ്ടാക്ട് നല്ല രീതിക്ക് കൊടുത്ത് സംസാരിക്കുക, കൃത്യമായൊരു ടൈം പാലിക്കുക. നിങ്ങൾ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കും കൂടെ ഇൻഫോർമേറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ചപ്പും ചവറും വീഡിയോസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അപ്ഡേറ്റ്സ് മാറ്റി 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 കൊണ്ടുവരുന്നത്. 8000 10,000 എന്നൊക്കെ വെക്കുന്നത് ചപ്പു ചവറ് പോലെ ഒരുപാട് വീഡിയോസ് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നോക്കിയിട്ട് മാത്രം പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളുടെ വീഡിയോ നല്ല ബെസ്റ്റ് വീഡിയോ ആയിരിക്കണം. അതുകൊണ്ട് വീഡിയോന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, നല്ല ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക, നല്ല രീതിക്ക് അപ്ലോഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ പോസ്റ്റ് ആവുന്ന രീതിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു 1-2-3 വീഡിയോസ് വൈറലായി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 8000 വാച്ച് അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ. അല്ലാതെ അപ്ഡേറ്റ്സ് മാറുന്നതിനനുസരിച്ച് നിങ്ങൾ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് ഇതിന്റെ അകത്ത് ചെയ്യണം എന്നുള്ള ഒരു സംഭവമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാത്ത കണ്ടന്റ്സ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് അത് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള സുമേഷ് ഏട്ടന്റെ മോൻ ഇന്ന കണ്ടന്റ് ചെയ്തു ഞാനും അത് ചെയ്യാമെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പോകരുത്. നിങ്ങളുടെ ഐഡിയോളജി എന്താണെന്നുള്ള കാര്യം
ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ജനങ്ങളുടെ ഇഷ്ടമാണ് മസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടമല്ല, ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ജനങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ ചാനൽ കാണണമെന്നും നിങ്ങളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് തോന്നണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നും കൂടെ പറയാം, നല്ല തംബ്നെയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യത്തെ ആയുധം എന്ന് പറഞ്ഞാൽ. കാരണം ഭൂരിപക്ഷ ആൾക്കാർ 199 ആൾക്കാരുടെ ചാനലും ഫെയിൽ ആവാൻ കാരണം തംബ്നെയിലാണ്. അതുകൊണ്ട് നല്ല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, നല്ല ആകർഷകമായ രീതിയിലുള്ള തംബ്നെയിൽ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ കൊടുക്കുക. എന്താണോ വൈറലാകാൻ ചാൻസ് ഉള്ള നല്ല വൈറലായിട്ടുള്ള വീഡിയോസ് ഒക്കെ നോക്കുക, നിങ്ങൾ ചെയ്ത വീഡിയോസുമായിട്ട് അതിന്റെ തംബ്നെയിൽ എന്താണോ നോക്കി അതുപോലെ സെയിം ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ ഹാഷ്ടാഗ് ഒരിക്കലും നിങ്ങൾ എവിടെ കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ ടൈറ്റിലിൽ കൊടുക്കാൻ പാടില്ല. പല ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, ഒരു 3 ഹാഷ്ടാഗ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് വിഷയത്തിനെ പറ്റിയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇത് കയറിപ്പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ലൊരു ആക്ടിവിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ പോട്ടെ, കുഴപ്പമില്ല, ഇനിയും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നേടാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ നല്ലൊരു ആക്ടിവിറ്റി എപ്പോഴും യൂട്യൂബിൽ കൊണ്ടുവരിക. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ തീരുമാനിച്ചോ, നാളെ തൊട്ട് ഞാൻ നല്ല രീതിക്ക് വീഡിയോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആയിരിക്കുന്നു, നല്ല തംബ്നെയിൽ ഞാൻ സൃഷ്ടിക്കുമെന്നും നല്ല ടൈറ്റിൽ കൊടുക്കുമെന്നും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗ് കൊടുക്കുമെന്നും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ 8000 വാച്ച് അവർ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് പുഷ്പം പോലെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാനല് മോണിറ്റൈസേഷൻ കിട്ടും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്ക്. എന്നിട്ട് എത്ര ആൾക്കാരുടെ ചാനൽ മോണിറ്റൈസ് ആയി അല്ലെങ്കിൽ വീഡിയോസ് കയറി എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ ഒരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യേണ്ട കാര്യം ഇതുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീഡിയോസിന്റെ ക്വാളിറ്റിയിലും തംബ്നെയിലും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന രീതിയിലും നല്ല രീതിക്കുള്ള മാറ്റം കൊണ്ടുവരണം. നല്ല പ്രസന്റേഷനും അല്ല നല്ല ക്വാളിറ്റിയും ആയിരിക്കണം. അത്രേ യൂട്യൂബ് ഉദ്ദേശിക്കുന്നുള്ളൂ.